ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വീൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കറിവേപ്പില വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കറി തയ്യാറാക്കി കഴിക്കുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടികളുടെ പീരീഡ് സംബന്ധമായിട്ടുള്ള വയറിന് വേദന അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കും വയറ്റിനകത്തെ ഗ്യാസിനുമൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ഒരു കറി നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ല ഒരു പിടി കറിവേപ്പില വേണം. ഇത് നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് പ്രാണികളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇലകളെല്ലാം അടർത്തിയെടുക്കാം. കറിവേപ്പിലയുടെ തളിരിലകളൊന്നും തന്നെ കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പോഴത്തെ ഞാൻ ഈ കറിവേപ്പില മൊത്തമായിട്ടും തന്നെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. ഇത് നല്ലതുപോലെ വൃത്തിയാക്കിയ ഒരു 20-22 ചുവന്നുള്ളിയോളം ഉണ്ട്. ഇത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു തുടം വെളുത്തുള്ളി, പിന്നെ ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് കൂടുതൽ തന്നെ വേണം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 3-4 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ മാത്രം മതിയാകും. അടുത്തതായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അല്പം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു 3 തക്കാളി, വലുതാണെങ്കിൽ 2 മതിയാകും. മീഡിയം സൈസിലുള്ള ഒരു 3 തക്കാളി നമുക്കിതിലേക്ക് ഇട്ടു കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ തൊലി നല്ലതുപോലെ ഒന്ന് ഇളകി വരാൻ തുടങ്ങും. നമുക്ക് ഈ തക്കാളിയുടെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോഴിതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെ തൊലി നല്ലതുപോലെ തന്നെ വിട്ടു വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലൂടെ കോരി മാറ്റാം. അതിനുശേഷം ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ കറിവേപ്പിലയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ കറിവേപ്പിലയുടെ കളർ ഇതുപോലെയായി കിട്ടും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരുപാട് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ നമ്മുടെ ഈ കറിവേപ്പിലയുടെ കളറൊക്കെ മാറി ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് അതുപോലെയൊന്ന് വറുത്തെടുക്കേണ്ടത്. ഇപ്പോഴിതാ കറിവേപ്പില അത്യാവശ്യം ഒന്ന് പൊടിയുന്ന പരിവായി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് മൂത്ത് കിട്ടാനുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഈ കറിവേപ്പില നന്നായിട്ട് തന്നെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുന്ന പരിവാകും. ഈ വറുത്തെടുത്ത കറിവേപ്പില ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആ കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ കറി കുറച്ച് ദിവസം കേടുകൂടാതെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു 2 വത്തലമുളകൊന്നും മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കറിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് മൂത്ത് കിട്ടണം. എന്നാൽ മാത്രമേ ഈ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വഴന്നത് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെയാണ് ഞാൻ ഈ കറിവേപ്പില പൊടിച്ചെടുത്തത്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ തൊലിയൊക്കെ കളഞ്ഞ് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴിതാ ഈ കറി നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ, ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കൊരു 5-6 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ഈ ഉള്ളിയും അതുപോലെ തന്നെ ഈ മസാലയും കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വറ്റി ഇതുപോലെ കുറുകിയൊരു ചാറോടുകൂടി കിട്ടും. ഈ കുറുകിയൊരു ചാറോട് കൂടിയാണ് ഞാനിത് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഒരു 2 ആഴ്ചയോളം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തപ്പോഴത്തേനും കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് സമയം ഇത് അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ഭരണിയിലാക്കി നമുക്കിത് 2 ആഴ്ച വരെ കേടുകൂടാതെ വെക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതിനുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ